ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിങ്കിൽ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വെള്ളം പോകാൻ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി എക്സ്പയറി കഴിഞ്ഞതോ അല്ലാത്തതോ ആയ ഒരു ടാബ്ലറ്റ് എടുക്കാം കേട്ടോ. പനിയുടെ ഗുളിക തന്നെ വേണമെന്നില്ല, കയ്യിലുള്ള ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ടുള്ളത് ഡോളോൻ്റെ ഒരു ഗുളികയാണ്. എക്സ്പയറി കഴിഞ്ഞിട്ടില്ല, എന്നാൽ കൂടി ഇവിടെ കൂടുതൽ ബാലൻസ് ഉള്ളതുകൊണ്ട് ഒന്നെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇതൊരു ന്യൂസ് പേപ്പറിലാക്കി കൊടുക്കും. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വൈറസ് ഒന്നും ഉണ്ടാവില്ല. പൊട്ടിക്കുന്നത് ജസ്റ്റ് തട്ടുമ്പോഴേക്ക് തന്നെ അത് ഒടുങ്ങി പോകും കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കറികളിലേക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടത്. ഇനി ഈ ഒരു മിക്സാണ് നമ്മൾ സിങ്കിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഒരല്പം ബേക്കിംഗ് സോഡ ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഒരുപാട് ബ്ലോക്ക് ഒന്നുമില്ല. ബ്ലോക്ക് അധികം ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് അധികം എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ രാത്രി ചെയ്യുകയാണെങ്കിൽ രാവിലേക്ക് നമ്മുടെ ആ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ബാഡ് സ്മെൽ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. രാവിലെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം പോയി കിട്ടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് ഇതിൽ പ്രാണിയുടെ ശല്യം അധികമായിരിക്കും. പ്രത്യേകിച്ച് രാവിലെയൊക്കെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് പ്രാണികളൊക്കെ മുകളിൽ കിടന്ന് തിളക്കുന്നുണ്ടായിരിക്കും. പലർക്കും പ്രാണിയുടെ ശല്യം അധികമായിട്ടും തോന്നാറുണ്ട്. ഈ അവസരങ്ങളിൽ നമുക്കിപ്പോൾ ഞാൻ ഒരു ടാബ്ലറ്റ് പൊടിച്ചിട്ട മാതിരി നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു സിറപ്പ് ഉണ്ടെങ്കിൽ, അഥവാ പനിയുടെ ഒക്കെ സിറപ്പ് എക്സ്പയറി കഴിഞ്ഞതുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ. ഒരു ചുറ്റും ഒഴിച്ച് കൊടുത്തതിന് ശേഷം രാത്രി കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു പ്രാണിയുടെ ശല്യം മൊത്തം പോയി കിട്ടും. പ്രാണിയുടെ ശല്യം സിങ്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിറപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാ പണികളും ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടും.